ആവേ മരിയ. ഒരിക്കൽ എൻ്റെ മനസ്സ് തകർന്നിരുന്നപ്പോൾ, സങ്കടപ്പെട്ടിരുന്ന സമയത്ത് കർത്താവ് എനിക്ക് തന്നൊരു വചനഭാഗമാണിത്. യെശയ്യായുടെ പുസ്തകം 54 അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അതൊന്നും ഇന്നും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. എൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറയ്ക്കുന്ന വചനഭാഗം. എപ്പോൾ വായിച്ചാലും എൻ്റെ കണ്ണ് നിറയും, എൻ്റെ മനസ്സ് നിറയും. ആമേൻ. യെശയ്യായുടെ പുസ്തകം 54 അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ല് കൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും. മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. ആരെങ്കിലും അക്രമം ഇളക്കിവിട്ടാൽ അത് ഞാനായിരിക്കുകയില്ല. നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും. തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ്. നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത്. ആമേൻ.